പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിച്ചാരാധിച്ച് മാത്രപ്പെടുത്തി അങ്ങേ തിരുമുമ്പിൽ ഈ പ്രഭാതത്തെ സമർപ്പിക്കുന്നു. വിശുദ്ധ ജോൺ ബ്രിട്ടോ ചിന്തിയ രക്തം വഴിയായി ഭാരതസഭയിലെ ക്രൈസ്തവർക്ക് ശക്തി പകർന്ന ഈ ദിനത്തെ ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിച്ചാരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. കാരുണ്യവാനായ കർത്താവേ, വിശുദ്ധ ജോൺ ബ്രിട്ടോ ലിസ്ബണിൽ നിന്നും രാമനാട് എന്ന ദേശത്തെത്തുകയും ക്രൈസ്തവർക്ക് ശക്തി പകരുന്ന വിധത്തിൽ സന്യാസ ജീവിതം നയിച്ചുകൊണ്ട് ജ്ഞാനസ്നാനം നൽകിക്കൊണ്ട് കൂടുതൽ പേരെ അങ്ങിലേക്ക് അടുപ്പിക്കുകയും ചെയ്ത ഈ വിശുദ്ധൻ്റെ ഓർമ്മ ആചരിക്കുമ്പോൾ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ പൈതൃകത്തോട് ചേർന്ന് നിന്ന ഈ വിശുദ്ധൻ ധാരാളം ക്രിസ്ത്യാനികളെ നേടുകയും അവസാനം ഒരു സ്ത്രീയുടെ ക്രൂരമായിട്ടുള്ള പ്രതികാരവാഞ്ചനയിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്തതിനെ ഓർത്ത് ഈ വിശുദ്ധൻ കാണിച്ച ധീരതയെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിച്ചാരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. ഇന്നത്തെ സുവിശേഷത്തിലൂടെ രണ്ട് അത്ഭുതങ്ങളാണ് അങ്ങ് പ്രവർത്തിക്കുന്നതായി കാണുന്നത്. ഒന്ന്, ഡോക്ടർമാരിലേക്ക് നടന്ന് മടുത്ത രക്തസ്രാവക്കാരിയായ സ്ത്രീ അങ്ങയുടെ വസ്ത്രം സ്പർശിക്കുമ്പോൾ സൗഖ്യം ലഭിക്കുന്നു. മറ്റൊന്ന്, ജെയ്റൂസ് എന്ന് പറയുന്ന ശതാധിപൻ അങ്ങയുടെ അരികിലേക്ക് വന്നുകൊണ്ട് തൻ്റെ മകളെ സുഖപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുമ്പോൾ ഞാൻ വരാം, അവളെ സുഖപ്പെടുത്താമെന്ന് പറയുന്നു. എന്നാൽ വഴിയിൽ വെച്ച് അവൾ മരിച്ചുപോയെന്നറിയിക്കുമ്പോഴും വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുകയും അവരെ സൗഖ്യപ്പെടുത്തുകയും ചെയ്തതിനെ ഓർത്ത നന്ദി പറഞ്ഞ് അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. ബാലിക എഴുന്നേൽക്കുക. മരിച്ച അവൾ തൽക്ഷണം എഴുന്നേറ്റ്. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും എപ്പോഴും നമുക്ക് ലഭിക്കുക അവിടുത്തെ സ്പർശനത്തിനായി നമ്മെ വിട്ടുകൊടുക്കുമ്പോഴാണ്. യേശു നമ്മെ സ്വീകരിക്കുന്ന നമ്മെ ബലഹീനതകളോടും കഴിവുകളോടും കൂടിയാണ്. നാം ആയിരിക്കുന്ന അവസ്ഥയിലാണ് അവിടെ നിന്ന് നമ്മെ സ്വീകരിക്കുക. നമ്മൾ അവൻ്റെ സ്പർശനമേൽക്കുവാൻ കൂടുതലായി കാത്തിരിക്കേണ്ടതില്ല. അവൻ്റെ അരികിലേക്ക് ധൈര്യപൂർവ്വം രക്തസ്രാവക്കാരിയെ പോലെ ചെല്ലുക, ജെയ്റൂസിനെ പോലെ ചെല്ലുക. എന്നിട്ട് നമ്മുടെ സങ്കടം ഉണർത്തിക്കുക. അവൻ തൊട്ടാൽ നാം മാറുമെന്ന് ഉറപ്പാണ്, സൗഖ്യം വരുമെന്ന് ഉറപ്പാണ്. ഈ ഉറപ്പാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകിയത്. വിശുദ്ധ ജോൺ ബ്രിട്ടോയെ കർത്താവ് തൊട്ടപ്പോൾ കടലുകൾ കടന്ന് ഈ ദേശത്തെത്തുവാനും തൻ്റെ ജീവിതം യേശുവിനു വേണ്ടി സമർപ്പിക്കുവാനും കാണിച്ച ധീരത നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകട്ടെ. ഇന്നേ ദിനം വിശ്വാസം സ്വീകരിച്ച് ജ്ഞാനസ്നാനത്തിലൂടെ അത് ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാൻ ഈ വിശുദ്ധൻ്റെ ധീരമായ മാതൃക നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും സമ്പൂർണ്ണമായിട്ട് ഈ ദിവസത്തെ സമർപ്പിക്കുകയും ചെയ്യാം. യൂതൻ